ഇന്നെന്താ മമ്മി ഉണ്ടാക്കുന്നത്? പാലക്കോ? ഒന്ന് പാലക്ക്. ചിക്കനാണോ? പാലക്ക് ചിക്കൻ അല്ല, പാലക്ക് പനീറാട്ടോ. കുഴപ്പമില്ല, പനീരും എനിക്ക് ഇഷ്ടമാണ്. പാലക്ക് ഭയങ്കര ഹെൽത്തി അല്ലേ? അപ്പം വിന്റർ സീസൺ ആയതുകൊണ്ട് ഇത് വളരെ സുലഭമല്ലേ കിട്ടാൻ. അപ്പം നമ്മൾ പാലക്കൊക്കെ കഴിക്കുന്ന വിന്റർ സീസണിൽ നമുക്ക് ആദ്യമേ പാലക്കിനെ നല്ല മമ്മി വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടേ, അതിനകത്തോട്ട് ഇട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. പാലക്കാവുന്ന സമയത്തേക്ക് നമുക്കേ ഇതിന്റെ മസാല പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുക്കണം. ഇഞ്ചി മമ്മി ചതച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, വറ്റൽമുളകും, പിന്നെ ബദാം, പിന്നെ നമ്മുടെ ടൊമാറ്റോ. ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് വഴറ്റിയിട്ട് പിന്നെ അരച്ചെടുക്കണം. ഇത് കണ്ടോ, നമുക്കിത് വെള്ളത്തിൽ നിന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളത് അതുകൊണ്ട് കേട്ടോ. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായി കേട്ടോ. നമുക്ക് അതിലേ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണേ. അപ്പൊ നമുക്കാണെങ്കിൽ വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ. ഓക്കെ, നല്ല എരിയുള്ളതാ ഇത്. അപ്പോൾ കുറച്ച് മതി, 4 ഇട്ടിട്ടുണ്ടേ. ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങി. നമുക്ക് ബദാം ഇല്ലേ, അമ്മ ഒരു 5 ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തു. ഇനി തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്നെന്താ മമ്മി നോൺ വെജ് ഉണ്ടാക്കാതിരുന്നത്? ഇന്ന് വെജ് മതി. എന്നും നോൺ വെജ് ആയാലും ഒരു രസമില്ലല്ലോ. എന്നാ ഇന്ന് പപ്പായ്ക്ക് വിശപ്പ് കാണത്തില്ലായിരിക്കും. പപ്പായ്ക്ക് വിശപ്പ്, പപ്പായുടെ കാര്യമൊന്നും പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനല്ലേ എനിക്ക് പണി കൊടുക്കാൻ പറ്റത്തോളാ. ഇതാണേലേ ശരിയാവുമ്പോഴത്തേനും നമുക്ക് പനീർ കട്ട് ചെയ്യാം കേട്ടോ. ഇത് ഫ്രഷ് പനീറാണ് മമ്മിയുടെ. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ. ഈ പനീറൊക്കെ നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടല്ലോ, ഈ മസാല ഒന്ന് തണുത്തിട്ട് അത് നല്ലോണം അരച്ചെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്തായിരുന്നു കേട്ടോ. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാമേ. നമുക്കിനിയേ ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് വെച്ച് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കണം. അരപ്പൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനെ നമുക്ക് പാലക്ക കണ്ട് അരച്ചെടുക്കണം കേട്ടോ. ഒരല്പം ഗരം മസാല ഇല്ലേ, അതിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ, കാരണം അത് കളയാൻ പറ്റത്തില്ലല്ലോ, ഗുണമല്ലേ മൊത്തം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ ചൂടാകണം കണ്ടോ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കസ്തൂരി മേത്തി എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ് മണമൊക്കെ തരുന്നത്. അത് നമുക്കൊന്ന് ഞെരടിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണേ. കഴിഞ്ഞോ കറി? കറി ഇപ്പൊ കഴിയും. എളുപ്പമായിരുന്നല്ലോ. ഇത് എളുപ്പം ഉണ്ടാക്കാം. ഇത് അതൊക്കെ നമ്മുടെ ട്രിക്കല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. ട്രിക്ക് മമ്മി ഇന്ന് നടുക്ക് ഫേസ്ബുക്ക് തൊണ്ടാൻ പോയില്ലല്ലോ, അതുകൊണ്ട് വേഗമായി. മോനെ വേണ്ട. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ പനീറില്ലേ, പനീറിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാ, നമ്മൾ പനീർ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി കേട്ടോ. ഓൾറെഡി അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പനീറാണ്. ഇതേപോലെ നമ്മുടെ പനീറൊക്കെ സെറ്റായി വന്നു. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ എൻ്റെ ഫ്രഷ് ക്രീം ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ മമ്മി എന്ത് ചെയ്തു, കാഷ്യൂ ഒരു 2 മണിക്കൂർ മുന്നേ മമ്മി ഇച്ചിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. കണ്ടോ കണ്ടോ, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് ക്രീമിന്റെ ഒക്കെ അതേ ടേസ്റ്റ് ഒക്കെ വരും. കണ്ടോ, ഇത്രയും ബുദ്ധി. പിന്നെ അല്ലാതെ എൻ്റെ മമ്മി ബുദ്ധിമതിയാടാ, ബുദ്ധിമതി. അപ്പം നമ്മുടെ പാലക് പനീർ അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറല്ലോ, നല്ല രസമല്ലേ കാണാനൊക്കെ. മമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അടിപൊളി.